ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ 20ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നേക്കണത്. ഗുരുവായൂർ അമ്പലത്തിലേക്കൊന്ന് പോയി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അമ്പലത്തിലൊന്ന് തൊഴുതു, പുറമേ വന്നിട്ട് മാത്രമേ തൊഴാൻ പറ്റുള്ളൂ ഇപ്പോൾ അമ്പലത്തിൽ. ഞാനിന്ന് റെഡ് വെൽവെറ്റ് ഗ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്കാണ് തയ്യാറാക്കിയേക്കണത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടിയും ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഫംഗ്ഷനോ എന്തുണ്ടെങ്കിലും ഇതേപോലെ നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കി വെക്കൂ. നമുക്കപ്പോൾ കടകളിൽ നിന്ന് മേടിക്കേണ്ട, വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അടിച്ചു പൊളിച്ച് നമ്മുടെ എന്ത് പരിപാടിയാണെങ്കിലും നമുക്ക് ആഘോഷിക്കുകയും ചെയ്യാം. ഈ ലോക്ക്ഡൗൺ ആവുക കാരണം വലിയൊരു ഗിഫ്റ്റ് വാങ്ങാൻ പറ്റില്ല, കാരണം എല്ലാ കടകളും മുടക്കാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ പോകുമ്പോൾ അവിടുന്ന് ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതാണ് പെട്ടെന്ന്. കണ്ടോ, ഇതാണ് ഗിഫ്റ്റ്. ശിവൻ്റെയും പാർവതിയുടെയും ഒരു ഫോട്ടോ ആണ്. ഇനി അടുത്തൊരു കുഞ്ഞ് ഗിഫ്റ്റും കൂടി ഉണ്ട് കേട്ടോ, അത് നോക്കി നോക്കട്ടെ. പൊളിക്കാനും പറ്റണില്ലല്ലോ. ഇതാണ് അടുത്ത ഗിഫ്റ്റ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള റെഡ് വെൽവെറ്റ് ഗ്ലേസ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കി നോക്കാം. അതിനു മുമ്പ് ഞങ്ങളൊന്ന് കേക്ക് ഒന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഈ റെഡ് വെൽവെറ്റ് ഗ്ലേസ് കേക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 1.5 കപ്പ് മൈദയാണ് ഞാനിന്നിവിടെ എടുക്കുന്നത്. മെഷറിംഗ് കപ്പ് കൊണ്ട് 1.5 കപ്പ് മൈദ എടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 വട്ടം കൂടിയും ഇതൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ ഈ കേക്ക് നന്നായിട്ട് പൊന്തി കിട്ടുള്ളൂ. നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ബൗളിൽ 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. തീരെ നനവില്ലാത്ത ബൗളും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗും വേണം കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. മുട്ട നന്നായിട്ട് പൊങ്ങിയിട്ട് ഇതിലേക്ക് മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ന് ബട്ടർ വെച്ചിട്ടാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടല്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് പകുതിയായിട്ട് ചേർത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. ഓവർ മിക്സ് ആവാനായിട്ട് പാടില്ല. ഇതിലേക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. ഇതിന് കളറ് കിട്ടണ രീതിയിലാണ് നമ്മൾ ഫുഡ് കളറ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ ഫുഡ് കളറാണ് ചേർത്തത്. ഞാനിന്നിവിടെ ജെൽ കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. സൂപ്പർ റെഡ് ആണ് ഇതിൻ്റെ കളറ്. പിന്നെ നമ്മളിപ്പോഴും കളർ ചേർക്കുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റിയുള്ള, കുറച്ച് വില കൂടിയിട്ടുള്ള ഫുഡ് കളർ തന്നെ തിരഞ്ഞെടുക്കുക. കാരണം ഇത് ആരോഗ്യത്തിനെ ബാധിക്കുന്നതായ കാരണം നല്ല ഫുഡ് കളർ തന്നെ തിരഞ്ഞു വാങ്ങാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കളറിന് ഒരു ചെറിയ കുപ്പിക്ക് ഏകദേശം 230 രൂപയോളം വിലയുണ്ട്. അടുത്തതായിട്ട്
1 ടീസ്പൂൺ വിനാഗിരിയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഒരേ സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു കേക്ക് ടീൻ എടുത്ത് അതിൽ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. കറക്റ്റ് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഓവറായിട്ട് വെള്ളം ആവാനും പാടില്ല, തീരെ കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല. എയർ ബബിൾസ് പോവാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഈ അലുമിനിയം പാത്രത്തിൽ ഒരു റിങ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്കാണ് നമ്മുടെ കേക്ക് ടീനെ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ കേക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും നമുക്ക് കയറ്റി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട് 50 മിനിറ്റ് കഴിഞ്ഞു. ഇനി മൂടി തുറന്ന് നോക്കുകയാണ്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്തുവോ എന്ന് കുത്തി നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് അടർത്തിയെടുക്കാം. കണ്ടില്ലേ നമ്മുടെ കേക്ക് എത്ര സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ലെയറായിട്ട് കട്ട് ചെയ്യാം. നമ്മളിന്ന് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റും കൂടി ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് അത് തണുക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ട്. നമുക്കപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നൈഫ് എടുത്തിട്ട് ആ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നൂല് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. നൂല് വെച്ചിട്ട് എളുപ്പത്തിൽ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പ് കേക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കാണുക. അതുപോലെ 3 ലെയറായിട്ടാണ് ഞാനിന്നിവിടെ നൂല് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ക്രീം ചീസും കൂടി ചേർത്തിട്ടാണ് ഇന്ന് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 50 ഗ്രാം ക്രീം ചീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആദ്യം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടിയാൽ കുറച്ചും കൂടിയും ഷുഗർ ചേർത്ത് കൊടുക്കാം. ഈ ക്രീം ചീസിന് ചെറിയൊരു പുളിപ്പുണ്ടാവും. അപ്പോൾ അത് മാറുന്നത് വരെ നമ്മൾ ഷുഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കേണ്ട ബൗള് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ബൗള് ഞാൻ 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒപ്പം തന്നെ പൊടിച്ച പഞ്ചസാര ഒരു 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്റ്റിക്കി ആവുന്നത് വരെ നമുക്കിത് അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഈ ബീറ്ററിൻ്റെ മുകളിൽ നിന്ന് പോരാത്ത തരത്തിൽ അതുപോലെ ബൗൾ അടിയിലേക്ക് കമത്തിയാലും അതുപോലെ തന്നെ ഇരിക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഷീറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തേച്ച് കൊടുക്കുന്നത്. ബേസ് മുൻപേ വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ട് വേണം ഇരിക്കാൻ. അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ 2 ലെയറുകൾ നമ്മൾ ചെയ്തെടുക്കണം. അതിനുശേഷം മുകളിലെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് പരത്തി കൊടുക്കുക. മുകളിൽ നന്നായിട്ട് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ സൈഡിലും അതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഒരു നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇത്
ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതല്ല, നമുക്ക് 2-3 കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ലെവൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഈ കേക്ക് നമുക്ക് ഒരു 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി ഇതിലേക്കുള്ള ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ തന്നെ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അലിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, അതല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. നന്നായിട്ട് കുറുകി കിട്ടിയ ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയിട്ടില്ല കേട്ടോ, ചൂടോടുകൂടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത ജെൽ കളർ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തത്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേക്കിൻ്റെ മുകളിലേക്ക് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള ഗ്ലേസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂട് ഓവർ ആവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിലല്ല വെക്കേണ്ടത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്താലും കുഴപ്പമില്ല. എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഗ്ലൈസ് നല്ല ഗ്ലൈസിങ് ഉള്ളതാണ്. നമ്മൾ ഹോം മെയ്ഡ് ഗ്ലൈസാണ് തയ്യാറാക്കിയെടുത്തത്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ വെഡിങ് ആനിവേഴ്സറി എന്നുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്ലൈസിൽ സാധാരണ പേര് എഴുതാനായിട്ട് പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു പേര് എഴുതണം എന്നൊരു ആഗ്രഹമുള്ള കാരണം എഴുതിയതാണ്. കറക്റ്റായിട്ട് നിൽക്കാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ റെഡ് വെൽവെറ്റ് ഗ്ലൈസ് വെച്ചിട്ടാണ് ചെയ്യണതെങ്കിൽ പേര് എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഷുഗർ ബോൾസ് മാത്രം ഇട്ടാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ റെഡ് വെൽവെറ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്.